സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇത് നമ്മുടെ 170ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ഈ തമ്പനയിലിൽ പറഞ്ഞായിരുന്നു മൈസെൽഫ് എന്നുള്ളത് തെറ്റാണ് എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് തെറ്റ്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് തെറ്റ് എന്ന് നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, മറ്റുള്ളവർക്ക് എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാം എന്നുള്ളത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റിൻ തോമസ് ആണ് എന്നെങ്ങനെ പറയും എന്ന് ചില സ്ഥലത്തൊക്കെ എഴുതിയിരിക്കുന്നത് മൈസെൽഫ് ജസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. പക്ഷേ തീർച്ചയായിട്ടും അത് വളരെയധികം തെറ്റാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു. തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവിന് വേണ്ടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു വലിയൊരു സെക്ഷൻ തന്നെ തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇടാത്തത് എന്ന് ചോദിച്ചാൽ, നിങ്ങളെ ഞാൻ പിന്നെ അതിനൊന്ന് പ്രിപ്പയർ ചെയ്യിക്കുകയാണ്. അതായത് നമുക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് താമസിക്കുന്നത്, പേടിക്കേണ്ട, വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മൈസെൽഫ് മാത്രമല്ല വരുന്നത്, ഒരുപാട് വരുന്നുണ്ട്. ഹെർസെൽഫ്, ഹിംസെൽഫ് എന്നൊക്കെ, ദംസെൽഫ് എന്നൊക്കെ ഒത്തിരി വരുന്നുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഇപ്പോഴും മൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അല്ലെങ്കിൽ എന്നോട് തന്നെ എന്നുള്ളൊരർത്ഥമുണ്ട്. ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവൻ തന്നെ, ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ അവൾ തന്നെ. ഇനിയിപ്പോൾ യുവർ സെൽഫ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക സ്പെല്ലിങ് YOURSELF. യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നീ തന്നെ. ഇനി യുവർ സെൽഫ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരാളോടാണെങ്കിലും നമുക്ക് യു പറയാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരോടാണെങ്കിലും യു പറയാം. പക്ഷേ ഇവിടെ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യുവർ സെൽഫ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്പെല്ലിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇനി ദംസെൽഫ് എന്ന് പറഞ്ഞാൽ അവരെ തന്നെ എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തെറ്റ് ചിലപ്പോൾ മനസ്സിലായി കാണും. ഞാൻ തന്നെ ജസ്റ്റിൻ തോമസ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. മൈസെൽഫ് ജസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ജസ്റ്റിൻ തോമസ് ആണ് എന്നാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പറയാവുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നെന്താണ്, മൈ നെയിം ഈസ് ജസ്റ്റിൻ തോമസ് എന്ന് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ പേര് പറയുക. അപ്പോൾ എൻ്റെ സുഹൃത്ത് സിറാജ് അവനാണ് പറയുന്നുണ്ടെങ്കിൽ മൈ നെയിം ഈസ് സിറാജ് എന്ന് അങ്ങനെ പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഐ ആം സിറാജ് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. രണ്ടും ശരിയാണ്. പക്ഷേ മൈസെൽഫ് സിറാജ് എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞാൽ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്? കാരണം എന്താണ്, ഞാൻ തന്നെ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ സൈക്കിൾ ഒറ്റയ്ക്കാണ് പഠിച്ചത് നമ്മൾ എങ്ങനെ പറയും? ഐ ലേൺ സൈക്ലിംഗ് മൈസെൽഫ്. ഞാൻ തന്നെയാണ് സൈക്ലിംഗ് പഠിച്ചത് എന്നുള്ളതാണ്. അതായത് മറ്റാരുടെയും സഹായമില്ലാതെ പഠിച്ചു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഞാൻ തന്നെ. ഐ പ്രിപ്പയർഡ് ദ ബിരിയാണി മൈസെൽഫ്. അപ്പോൾ ഞാൻ തന്നെയാണ് ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്തത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭാര്യ അല്ല പ്രിപ്പയർ ചെയ്തത്, ഞാൻ പറയുകയാണ് ഞാൻ തന്നെയാണ് ഈ ബിരിയാണി പ്രിപ്പയർ ചെയ്തത്. എങ്ങനെ പറയാൻ പറ്റും? ഐ പ്രിപ്പയർഡ് ദ ബിരിയാണി മൈസെൽഫ്. ഇവിടെ പ്രിപ്പയർഡ് എന്നുള്ളത് എന്തുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാം, എനിക്കറിയാം. പഠിച്ചവർക്ക് ഇതൊരു ആവർത്തന വിരസതയാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ ചാപ്റ്ററുകൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ നിങ്ങൾ അമർത്തുക. അതുപോലെ തന്നെ ബെൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഇതിൻ്റെ അകത്ത് തന്നെ ഐ ഹാവ് പ്രിപ്പയർഡ് ദ ബിരിയാണി മൈസെൽഫ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം. എന്താണ്, ഒരെണ്ണം സിമ്പിൾ പാസ്റ്റ് ടെൻസും ഒരെണ്ണം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ആണെന്നേ ഉള്ളൂ. അത് ഇനി മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പിണങ്ങിയിരിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കി, ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ വലിയവരായിക്കോട്ടെ പിണങ്ങിയിരിക്കുമ്പോഴേ ചിലർക്കുള്ളൊരു സ്വഭാവമാണ്, അവരിങ്ങനെ പുറത്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ പറയുന്നത് എന്താണ് ഉത്തരം പറയുന്നത്? ഐ വാസ് ടോക്കിംഗ് ടു മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വേറെ ആരോടുമല്ല. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമല്ല ഇത്. ഓക്കെ, ഹി വാഷ്ഡ് ഹിംസെൽഫ് ഇൻ ദ വാട്ടർഫോൾ. അപ്പോഴെന്താണ്, അവനെ തന്നെ കഴുകി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കുന്നതിന് ചെറുതായിട്ട് ഉപയോഗിക്കാം, പക്ഷേ അങ്ങനെ കോമൺ ആയിട്ടൊന്നും ഉപയോഗിക്കുന്നതല്ല. എങ്കിലും ഒന്ന് കഴുകുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ പിന്നെ അവനെ തന്നെ എന്ത് ചെയ്തു, വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൽ അവിടെ കഴുകി, അല്ലെങ്കിൽ അവൻ വൃത്തിയായി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ദ മെഷീൻ ക്ലീൻ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇവിടെ ഒരു തെറ്റുണ്ട്. എന്താണ് തെറ്റ്? ദ മെഷീൻ ക്ലീൻസ് എന്ന് വേണം.
ഇവിടെ എൻ്റെ ആ സ്പെല്ലിങ്ങിൽ ഒരു തെറ്റാണ്, ഞാൻ എഴുതിയപ്പോൾ സംഭവിച്ചൊരു തെറ്റാണ്. ദ മെഷീൻ ക്ലീൻസ് ഇറ്റ് സെൽഫ്. എന്തുകൊണ്ടാണ്? ആ ഒരു മെഷീനേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ക്ലീൻസ് എന്നാണ് വരേണ്ടത്. ക്ലീൻസ് ഇറ്റ് സെൽഫ്. അപ്പോൾ ആ മെഷീൻ അതിനെ തന്നെ ക്ലീൻ ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ചില മെഷീൻസ് ഇപ്പോൾ മൈക്രോവേവിനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ചിലർ പറയും ഇപ്പോൾ പുതിയൊരു വാഷിംഗ് മെഷീൻ ഉണ്ട്, അത് തന്നെ ക്ലീൻ ആക്കും, നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോഴെന്താണ്? ദ മെഷീൻ ക്ലീൻസ് ഇറ്റ് സെൽഫ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അവന് ഭയങ്കര ഒരു ദേഷ്യമുള്ളൊരുത്തനാണ്. അപ്പോൾ അവനോട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്, യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യണം, അല്ലേ? ഓക്കെ, വി പ്രിപ്പയർഡ് ഫുഡ് അവർ സെൽഫ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ സെൽഫ്സ് എന്നാണ് പറഞ്ഞത്. അവർ സെൽഫ്സ് നമ്മൾ നേരത്തെ കണ്ടില്ല, അവർ തന്നെ, ഞങ്ങൾ തന്നെ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഞങ്ങൾ തന്നെ എന്നുള്ളതാണ് വി പ്രിപ്പയർഡ് ഫുഡ് അവർ സെൽഫ്. ഓക്കെ, ഇനി മറ്റൊരുദാഹരണമാണ് ആൽബർട്ട് ആൻഡ് ജേക്കബ്. അപ്പോൾ എത്ര പേരായി? 2 പേരായി, അല്ലേ? സർപ്രൈസ്ഡ് ദംസെൽവ്സ്, അവരെ തന്നെ സർപ്രൈസ് ചെയ്തു. എന്തുകൊണ്ടാണ്? എങ്ങനെ? ബൈ വിന്നിങ് ദ മാച്ച്. അവർ പോലും ജന്മത്തിൽ പോലും വിചാരിച്ചില്ല അവർ ആ മാച്ച് വിൻ ചെയ്യുന്നു, അല്ലേ? അവരെന്ത് ചെയ്തു? അങ്ങനെ ചെയ്ത് അവരെ തന്നെ അവർ സർപ്രൈസ് ചെയ്തു. ഓക്കെ എന്നാണ് പറയുന്നത്, ദംസെൽവ്സ്. ഓക്കെ, ഇനി മറ്റൊരർത്ഥമുണ്ട്, ബൈ മൈസെൽഫ് അല്ലെങ്കിൽ ബൈ ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് പിന്നെ ഐ എം ഗോയിങ് ടു മുംബൈ നെക്സ്റ്റ് വീക്ക് ബൈ മൈസെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് അത് പോകുന്നത് എന്നുള്ളത് നമ്മൾ പറയാറില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ബോംബെക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ എം ഗോയിങ് എന്നാണ് പറഞ്ഞത്. ഐ എം ഗോയിങ് എന്ന് പറയുന്നത് എന്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പക്ഷേ അവിടെ നെക്സ്റ്റ് വീക്ക് വന്നുകൊണ്ട് എന്തായി? അത് ഫ്യൂച്ചർ ടെൻസ് ആയി. അപ്പോൾ ഒറ്റയ്ക്ക് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഷീ ഗോസ് ടു ദ ജിം ബൈ ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ അവൾ ചിലപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടായിരിക്കാൻ പോകുന്നത്. എന്തായാലും അവൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്, അവൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഷീ ഗോസ് ടു ജിം ബൈ ഹെർസെൽഫ് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇംഗ്ലീഷിൽ ചില പ്രയോഗങ്ങളുണ്ട്. ഈ പ്രയോഗങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ലാത്ത അവസ്ഥ ഉണ്ടാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രയോഗങ്ങളാണ്, ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 2-3 വാക്കുകൾ ഒന്നിച്ച് ചിലപ്പോൾ പറയും, പക്ഷേ അർത്ഥം വേറെ ആയിരിക്കും. ഉദാഹരണം, ബിഹേവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നീ മര്യാദയ്ക്ക് പെരുമാറുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം, ബിഹേവ് യുവർ സെൽഫ്. ഇനി മറ്റൊന്നാണ് എൻജോയ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷകരമായിട്ട് ആസ്വദിക്കുക. ഇപ്പം നമ്മൾ ആരെങ്കിലും പറയുകയാണ് എൻജോയ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അവനൊരു ടൂറിന് പോവുകയാണ്, അല്ലെങ്കിൽ മൂവി കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഓക്കെ എൻജോയ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷത്തോടു കൂടി നീ ആസ്വദിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾ മിക്കപ്പോഴും കാണുന്ന മിക്ക പാർട്ടികൾക്കും അവിടെ വിളമ്പാനൊന്നും ആളില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്തായാലും ഒരു പാർട്ടി, ഒരു ബർത്ത്ഡേ പാർട്ടി ആകാം, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ് പാർട്ടി ആകാം, കയറി താമസമാകാം, എന്തായാലും ഒരു പാർട്ടി ആയിരിക്കും. അതിനൊക്കെ പോകുമ്പോൾ അവിടെ വിളമ്പി കൊടുക്കത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ചിലർ വീട്ടിൽ നിന്ന് സ്വീറ്റ്സ് കൊണ്ടുവരും, എന്നിട്ട് അവിടെ കൊണ്ട് ടേബിളിൽ വെക്കും, എന്നിട്ട് അതിന് മുകളിൽ എഴുതി വെക്കും ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുക എന്നാണ് എൻ്റെ അർത്ഥം, അല്ലെങ്കിൽ സ്വന്തമായി വിളമ്പി എടുക്കുക. ഇപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ പറഞ്ഞ എന്താണ്? ഹെൽപ്പ് യുവർ സെൽഫ്. ചിലപ്പോൾ എഴുതി വെക്കാറുണ്ട്, അല്ലെങ്കിൽ പറയാറുണ്ട് ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്, സ്വന്തമായിട്ട് വിളമ്പി എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മൈൻ എന്നൊക്കെ ഉള്ളത്, മൈൻ, ഹേഴ്സ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. തീർച്ചയായിട്ടും പഠിച്ചിട്ടില്ല എങ്കിൽ പുറകിൽ പോയി പഠിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.